ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇവിടെ നല്ല മഴയും കാറ്റും ഇടിയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് ഇടിവെട്ടും മഴയൊക്കെയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സേഫായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ നമ്മളിന്ന് ഐസ്ക്രീം ടിന്നുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരെണ്ണമെങ്കിലും വീട്ടിലുണ്ടാവാതിരിക്കില്ല. അപ്പോൾ അതെടുത്തോ. ഫാമിലി പാക്കൊക്കെ എന്തായാലും നമ്മൾ വാങ്ങിക്കാറുണ്ട്. ചൂട് സമയമായിരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഐസ്ക്രീം മേടിക്കും. ഇതൊരു ടിൻ എടുക്കുക, എന്നിട്ടൊരു കാർഡ്ബോർഡ് പീസും കൂടെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മതി, കുറച്ച് ഭാഗം മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഒരു ഐസ്ക്രീം ടിന്നിൻ്റെ വലിപ്പം നോക്കുക, എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്തിരി കൂടെ വലിയ ടിന്നാണെങ്കിൽ കുറച്ചും കൂടെ വീതിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വീതി കൂടിയിട്ട് നമ്മളൊന്നും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീതി നീളത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നീളത്തിൽ നമ്മൾ ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒന്ന് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കും, കുറച്ച് മതിയാവും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഫെവിക്കോൾ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് പീസ് ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ആ ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഗ്ലൂവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ കുപ്പിയിലൊക്കെ ഒട്ടിക്കൂല, അതേപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പർ ഗ്ലൂവിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലൂടെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. 1-2 ലെയർ കൊടുക്കുക. അത് കുറച്ച് ചുളുക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ചുളുവുണ്ടെങ്കിലേ രസമുള്ളൂ കാണാൻ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിന് പകരം നമുക്ക് കട്ടി കുറഞ്ഞ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുളുക്കി കൊടുക്കണം. നമ്മൾ അടപ്പിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗത്തായിട്ട് ആ ഒരു ചുറ്റിനുള്ള ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് മാത്രം പെയിൻറ്റ് ചെയ്യാം. നന്നായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് എന്തായാലും ബ്ലാക്ക്, ഗോൾഡ് അല്ലെങ്കിൽ കോപ്പർ കളറൊക്കെ ആയിരിക്കും. ഞാനിവിടെ ഒരു പേൾ കളറാണ് യൂസ് ചെയ്യണേ, ഒരു വയലറ്റ് പേൾ കളർ. അപ്പോൾ ഇത് വെച്ചിട്ട് അടപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടിന്നും മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്നും ഗോൾഡൻ ടച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു വയലറ്റ് പേൾ കളറാണ്. പേൾ കളർ തന്നെ ഇപ്പം തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പ്, ആ ഭാഗത്ത് മാത്രം നമുക്ക് ഗോൾഡൻ അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്നെങ്കിൽ പൊടിയെടുക്കുക, അതായത് പൗഡർ ഉണ്ടല്ലോ അതെടുക്കാം, അല്ലെങ്കിൽ മെറ്റാലിക് ഗോൾഡ് എടുക്കാം കേട്ടോ. എന്നിട്ട് അടപ്പിൻ്റെ ചുറ്റിനും നമ്മൾ ആ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, എളുപ്പമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ജൂട്ടിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ ഊളൻ ത്രെഡോ വൈറ്റ് ത്രെഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ചുറ്റിനും ഒന്ന് ചുറ്റി കൊടുക്കണം. കുറച്ച് തിക്നെസ്സോടെ കൂടി ചുറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് തിക്കായിട്ട് ചുറ്റുക കേട്ടോ. ചുറ്റിയിട്ട് നമുക്ക് ഫ്ലവർ, അതുപോലെ ബട്ടൺ ഏത് വേണമെങ്കിലും നമുക്ക് കുഞ്ഞു മുത്തുകൾ ഒട്ടിക്കണമെങ്കിൽ അത് ഒട്ടിക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതിനെ ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ അത് ചുറ്റിക്കഴിഞ്ഞു. ഈ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പുണ്ട്, ആ ഒരു ഭാഗവും കൂടെ ഞാൻ ഈ ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ചുറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് 2 ഭാഗത്തായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടപ്പിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, മുത്തുകളോ ബട്ടൺസോ അതുപോലെ ഫ്ലവറോ ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ലേസ് വേണമെങ്കിൽ ലേസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അന്ന് 20 രൂപയ്ക്ക് വാങ്ങിച്ച ഈ ഒരു ബട്ടൺസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എൻ്റെ കൂടുതലും റെഡ്, യെല്ലോ ഒക്കെയാണ് ഇവിടെ ചേരുള്ളൂ. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ ഈ അടപ്പൊന്ന് ഈ ഒരു ടിന്ന് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം തന്നെ. എന്നാൽ അതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
എന്നിട്ട് ആ ബട്ടൺസ് ഒന്ന് ഗ്ലൂ ഗണ്ണിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. അതിൽ സ്റ്റിക്കിങ് ഉണ്ടെങ്കിൽ തന്നെ ഞാനൊന്ന് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. അപ്പോൾ ദേ നമ്മൾ 3 കളറ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ആ ഒരു ടിന്ന് ഐസ്ക്രീം ടിന്നാണെന്ന് തോന്നുകയില്ല കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എളുപ്പമല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് അടുക്കളയിൽ കിച്ചണിൽ യൂസ് ചെയ്യാം, അതിൽ പെയിൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, ഫ്ലവർ ഇട്ട് വയ്ക്കാം, അതുപോലെ തന്നെ നമ്മൾ പോട്ടായിട്ട് ചെടികൾ ഇട്ട് വയ്ക്കാം, ഒക്കെ ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ് ഓരോന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.